ശ്രീ റസൽ ജോയ്, താങ്കൾക്ക് അനുകൂലമായിട്ട് ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ 2018 അല്ലേ? അതായത് 2014 ഉത്തരവിന് ശേഷം. പക്ഷേ അതും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉതകുന്നതാണോ? നിയമവഴിയിൽ നോക്കുകയാണെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണെങ്കിലും അങ്ങനെ ഒരു സൊല്യൂഷന്റെ ടേബിളിലേക്ക് വരുവാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ആ വിധിയിലെങ്കിലും ഉണ്ടോ? അന്ന് ഇന്റർനാഷണൽ എക്സ്പേർട്സ് വന്ന് ഡാം പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്നത്തെ ജഡ്ജ് ശ്രീ ദീപക് മിശ്ര അതിനെന്താ കുഴപ്പം എന്നാണ് മൂന്ന് കക്ഷികളോടും ചോദിച്ചത്. മൂന്ന് കക്ഷികൾ എന്ന് വെച്ചാൽ ഒന്നാം കക്ഷി പ്രധാനമന്ത്രി, രണ്ടാം കക്ഷി കേരളം, മൂന്നാം കക്ഷി തമിഴ്നാട്. അപ്പൊ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ 121 വർഷം പഴക്കമുള്ളൂ, 121 വർഷം പഴക്കമുള്ള ഈ ഡാമിന്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എന്തുകൊണ്ടൊരു പഴയ ഡാമിന് പകരം ഒരു പുതിയ ഡാം പണിതുകൂടാ? വൈ ഡിഡ്ന്റ് യു റൈസ് ടു ദ ഒക്കേഷൻ? എന്തുകൊണ്ട് നിങ്ങൾ സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഇരു ഗവൺമെന്റുകൾക്കും യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, പെറ്റീഷണർ പറയുന്നത് ഡാം ഇന്റർനാഷണൽ എക്സ്പേർട്സ് പരിശോധിക്കണം എന്നാണ്, അത് അനുവദിക്കാണ്, അതിന് തെറ്റെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് കേരളം പറഞ്ഞത്, എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ട്, അതിൽ പറയുന്നത് ഡാം സേഫ് ആണെന്നാണ്, അതുകൊണ്ട് വേറൊരു ഏജൻസി അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ് സുപ്രീം കോടതി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടരുത്, ഒരാളുടെ പ്രോപ്പർട്ടി പോലും നശിക്കരുത്, അതുകൊണ്ട് 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണം. കേരളം 1, കേന്ദ്ര ഗവൺമെന്റ് 1, തമിഴ്നാട് ഗവൺമെന്റ് 1. നിലവിലുള്ള ദുരന്ത നിവാരണ സമിതികൾക്ക് പുറമേ ആയിരിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പുവരുത്തണം. അതായിരുന്നു വിധി. പക്ഷെ ഞാൻ ശരിക്കും ഡീകമ്മീഷനാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോ ആ വിധി കൊണ്ട് ഞാൻ കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി വരുമ്പോ വേണ്ടാന്ന് വെക്കേണ്ടെന്ന് വിചാരിച്ച് മാത്രം സമ്മതിച്ചതാണ് അന്ന്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം ആ വിധി കൊണ്ട് വരുന്നുണ്ട് ശ്രീ റസൽ ജോയ്? ഇപ്പോൾ ഡീകമ്മീഷൻ എന്ന കാര്യം നടക്കില്ല. സുപ്രീം കോടതിയുടെ 2014 വിധി തന്നെയാണ് അതിൽ ബൈൻഡിങ് ആയിട്ടുള്ളത്. പുതിയ ഡാം എന്നുള്ള പ്രപ്പോസൽ തമിഴ്നാട് എന്തായാലും അതുമായിട്ട് യോജിച്ച് പോയിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വന്നിട്ടില്ല. പിന്നെ ഈ ടണൽ എന്നുള്ള പ്രപ്പോസൽ അത് 2014 വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 2 സ്റ്റേറ്റുകളും തമ്മിലുള്ള ചർച്ച വേണം ഇക്കാര്യത്തിൽ. അതിലൊരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വരട്ടെ. അത് മാത്രമല്ല, ഈ ടണൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണം തമിഴ്നാട് നടത്തണം. അത് മാത്രമല്ല, അതിന്റെ എക്സ്പെൻസ് എടുക്കേണ്ടി വരുന്നതും തമിഴ്നാടാണല്ലോ. ഈ ടണലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതിയ ഡാം ആണെങ്കിൽ അത് കേരളത്തിന്റെ എക്സ്പെൻസിലാണ് നടക്കേണ്ടതും. പക്ഷേ ഇതിലേക്കൊന്നും, ഈ 2014 ശേഷം ഇതിലേക്കൊന്നും ഒരു ചർച്ച പോലും പോയിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് അനുകൂലമായി കിട്ടിയ വിധി കൊണ്ട് എന്ത് പ്രയോജനം ഈ വിഷയത്തിൽ ഉണ്ടാകും? അല്ലെങ്കിൽ ആ പ്രയോജനം ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു ദുരന്ത നിവാരണ സമിതി ആ ഉത്തരവിന്റെ ബലത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റും ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രാവശ്യം ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ദുരന്തമുണ്ടായപ്പോൾ ആ സമിതിയുടെ സേവനം മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അത് ആവശ്യപ്പെട്ടില്ല. പിന്നെ ടണലിന്റെ വിഷയമാണ് താങ്കൾ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പോയിന്റ്. അത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധിച്ചു എന്നാണ് ടണൽ നിർമ്മിക്കാൻ വേണ്ടി. സത്യത്തില് ഈ വിധിന്യായത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഡിക്റ്റ ആണ് ശരിക്കും പറഞ്ഞ വിധി. പിന്നെ ഓബിറ്റർ ഡിക്റ്റ എന്ന് വെച്ചാൽ ഒരു വിധിയിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സുപ്രീം കോടതി ഒരു വിശകലനം ചെയ്യും. അതാണ് ഓബിറ്റർ ഡിക്റ്റ is not at all binding. അപ്പൊ കമ്മിറ്റി ഈ ടണൽ സിദ്ധാന്തം സുപ്രീം കോടതിയിൽ വന്നത് എന്ന് ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കും. അത് ഒരിക്കലും ബൈൻഡിങ് അല്ല, അത് ഓബിറ്റർ ഡിക്റ്റ് ആണ്. അപ്പൊ ടണലിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, അതേ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ്. 1 വർഷം കാലാവധിയും പറഞ്ഞു. 1 വർഷത്തിനുള്ളിൽ പഠിക്കണം. 1 വർഷത്തിനുള്ളിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. അപ്പൊ ആ നിർദ്ദേശം എംപവേർഡ് കമ്മിറ്റി ശ്രമഫലമായി, എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം, അവരുടെ ശ്രമഫലമായി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ അബദ്ധവശാൽ വന്ന ഒരു സംഭവമാണ് ഈ ടണൽ എന്ന് പറയുന്നിടത്തോളം അൺസയന്റിഫിക് ആയിട്ടുള്ള ഒന്നുമില്ല. അവർക്ക് എല്ലാവരും ധരിച്ചിരിക്കണ അവർക്ക് എപ്പോഴും വെള്ളം വേണമെന്നാ.
അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പൊ ശരി, അവർക്ക് ശരി. വെള്ളം വേണ്ട. ടണലിന്റെ കാര്യം എംപവേർഡ് കമ്മിറ്റിയാണ് സുപ്രീം കോടതിയിൽ നിർദ്ദേശമായി നൽകിയത്. അക്കാര്യം സുപ്രീം കോടതിയുടെ വിധിയിൽ 152-ാമത്തെ പേജിൽ 215-ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് അവസാനം സുപ്രീം കോടതിയുടേതായിട്ടുള്ള വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യം, അതും ഈ പറഞ്ഞതുപോലെ പുതിയ ഡാം എന്ന ആശയത്തിന് സമാനം തന്നെയാണ്. എംപവേർഡ് കമ്മിറ്റി ഹാസ് ഇറ്റ്സെൽഫ് നോട്ടഡ് ദാറ്റ് ദ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്, അതായത് ഈ ടണൽ എന്ന ആശയം ഈസ് ഡിപെൻഡന്റ് ഓൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ്സ് ബട്ട് ടു ആസ്, അതായത് സുപ്രീം കോടതിക്ക് there appears to be no possibility of mutual agreement on this aspect as well. അപ്പോൾ ഈ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ടണൽ സിദ്ധാന്തം അത് സുപ്രീം കോടതിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കാം എന്നേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ഓൾട്ടർനേറ്റീവ് സജസ്റ്റഡ് ബൈ EC are worth exploring by the two states but having regard to the unbending stance adopted by them. അതായത് റിജിഡ് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ അല്ലാത്ത നിലപാട്, ഇതുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് പോകുമെന്ന് സുപ്രീം കോടതി പോലും കരുതുന്നില്ല. ഹവർ ഗ്രാൻഡ് ലിബർട്ടി ടു ദ പാർട്ടീസ് ടു അപ്ലൈ ടു ദ കോർട്ട് ഇഫ് ദേ ആർ ഏബിൾ ടു അറൈവ് അറ്റ് സം അമിക്കബിൾ സൊല്യൂഷൻ ഓൺ എയ്തർ ഓഫ് ദ ടു ഓൾട്ടർനേറ്റീവ് സജസ്റ്റഡ് ബൈ ദ EC. അതായത് രണ്ട് ഓൾട്ടർനേറ്റീവും ഒരേപോലെ തന്നെയാണ് സുപ്രീം കോടതി കണ്ടത്, ഈ ടണലിന്റെ കാര്യവും ഈ പുതിയ ഡാമിന്റെ കാര്യവും. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും മ്യൂച്വൽ എഗ്രിമെന്റ് വേണം. പക്ഷെ അതിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല, ഇല്ലേ? ഇതല്ലേ വാസ്തവം ശ്രീ റസൽ ജോയി? അല്ലാതെ ടണലിന് വേണ്ടി സുപ്രീം കോടതി ഇങ്ങോട്ടായിട്ടൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല, മ്യൂച്വൽ എഗ്രിമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. നാളിതുവരെ ടണൽ സിദ്ധാന്തത്തെ കുറിച്ച് പഠിച്ചുള്ള റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ള ഒരു കാലാവധി നിശ്ചയിച്ചത് 1 വർഷമാണ്. ആ 1 വർഷത്തിനുള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതോടുകൂടി ആ ജഡ്ജ്മെന്റിലുള്ള ഓബിറ്റർ ഡിക്റ്റ, ആ ടണൽ സിദ്ധാന്തം വാനിഷ്ഡ് ആയി, അതില്ല ഇപ്പൊ. പിന്നെ ടണൽ സിദ്ധാന്തം എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കണം. പ്രധാനമന്ത്രി ചെന്നൈയിൽ വന്നപ്പോഴാണ് എല്ലാവരും കൂടി ചർച്ചയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ടണൽ സിദ്ധാന്തം വരുന്നത്. ടണൽ സിദ്ധാന്തം വരുന്നത് എന്തിനാണ്? അത് ഈ 999 ഇയേഴ്സിലെ കോൺട്രാക്ട് അവിടെ നിൽക്കണം. അവരേതായാലും ഒരിക്കലും ടണൽ സിദ്ധാന്തം അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു വടിയിട്ട് കൊടുത്ത് അതുകൊണ്ട് കേരളത്തിലെ ആൾക്കാർ തമ്മിൽ തല്ലിക്കൊള്ളുന്ന അവർക്ക് നന്നായി അറിയാം. എത്ര വർഷമായി? 60 വർഷമായി ഈ ചർച്ച ഇവിടെ തുടങ്ങിയിട്ട്. 1964 ഡോക്ടർ KC തോമസ് പറഞ്ഞ അന്നു മുതൽ, ഡോക്ടർ KC തോമസ് എന്ന് വെച്ചാൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഡാം ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണം, ഇത് തകരാറിലാണെന്ന് പറഞ്ഞത്. അപ്പൊ 60 വർഷമായിട്ട് ഇതിന്റെ കുറിച്ചുള്ള ചർച്ചകളാണ്. ഇവിടെ നാളിതുവരെ ഭരിച്ച സർക്കാരുകൾ ഈ ചർച്ച മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ ഡാമിനെ കുറിച്ചുള്ള ചർച്ച എടുത്തിട്ടിരിക്കുന്നു. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാവുമോ? ഈ ഭൂകമ്പങ്ങൾ കൂടി വരുന്ന ഈ സമയത്ത്, പ്രകൃതി ദുരന്തങ്ങൾ ഏറി വരുന്ന സമയത്ത്, ലാൻഡ് സ്ലൈഡിങ്ങിന്റെ ഈ യുഗത്തില് ഈ ഡാം പണിയുന്ന കാലാവധി വരെ നമ്മൾ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? അതുപോലെ തന്നെ ഇനി ഏത് ഓൾട്ടർനേറ്റീവ്, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കക്കി ഡാമിൽ നിന്ന് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്കിലേക്ക് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ ഘടിപ്പിക്കാമെന്ന്. എന്താ ആരും ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത്? കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട്. അല്ല, അതിനും തമിഴ്നാടിന്റെ അംഗീകാരം വേണമല്ലോ. തമിഴ്നാട് ഇക്കാര്യത്തിൽ ഇതിനോടൊന്നും, ഏത് സിദ്ധാന്തമാണ് മുന്നോട്ട് വെച്ചാലും അതിനൊന്നും തമിഴ്നാട് ഇതുവരെ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ ശ്രീ റസൽ ജോയ്. അത് മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂട്ടണം എന്നുള്ള കാര്യത്തിലും തമിഴ്നാട് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. അത്